രാക്ഷസ പ്രണയം 8. ദിഗ്വിജയ് എന്ന ബിസിനസ് ലോകത്തെ കിരീടം വെക്കാത്ത രാജാവിന്റെ താലിയാണ് തന്റെ കഴുത്തിലുള്ളതെന്നുള്ള സത്യമൊന്നും ആ പെണ്ണിന് മനസ്സിലാവുന്നേയില്ലായിരുന്നു. അവളുടെ മനസ്സ് ഇപ്പോഴും ചിറ്റേത്ത് കളപ്പുരയിൽ തന്നെയാണ്. അവളുടെ മുത്തശ്ശിക്കൊപ്പമാണ്. എങ്ങനെയും തിരിച്ച് തന്റെ നാട്ടിലേക്ക് പോകണം എന്നേ അവൾക്കുള്ളൂ. ചേച്ചി, ഈ താലി എങ്ങനെയെങ്കിലും ഒന്ന് ഊരി മാറ്റിയിരുന്നെങ്കിൽ എനിക്കൊരു ആശ്വാസമായിരുന്നു. പക്ഷേ ഒരാൾ കഴുത്തിൽ കെട്ടിയ താലി നമ്മളായിട്ട് അഴിച്ചു കളഞ്ഞാൽ ആ ആൾക്ക് ദോഷമുണ്ടാകുമെന്നാണ് മുത്തശ്ശി പറഞ്ഞിട്ടുള്ളത്. ആ രാക്ഷസിന് ദോഷം വരുന്നത് കൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ശ്രീദേവി അമ്മയുടെ മകനല്ലേ, ആ അമ്മയ്ക്ക് വിഷമമാകും. അതാണ് പ്രശ്നം. ആതിരമോൾ വളരെ സങ്കടത്തോടെ ഗായത്രിയോട് പറഞ്ഞു. ഗായത്രി ആ താലിയിലേക്ക് നോക്കി. ദൈവമേ, എത്ര പേർ മനസ്സിൽ ആറ്റുനോട്ട് കൊതിച്ചു കാത്തിരിക്കുന്ന താലിയാണ്. അതാണ് ഈ കുഞ്ഞിപ്പെണ്ണ് എങ്ങനെയെങ്കിലും ഊരിക്കളയണം എന്നോർത്തിരിക്കുന്നത്. ഗായത്രി മനസ്സിലോർത്തു. സമയം കടന്നുപോയി. ഏതാണ്ട് 10 മണിയോടുകൂടി ശ്രീദേവി അമ്മ അവരുടെ അടുത്തേക്ക് വീണ്ടും വന്നു. അവിടെ പൂജയ്ക്കായി എല്ലാവരും എത്തി. നിങ്ങളെ ഇനി അവിടെ കാണാതെ വിളിക്കാനായിട്ട് വിജയങ്ങാനം ഇങ്ങോട്ട് വരുമോ എന്ന് പേടിച്ചാണ് ഞാൻ ഓടി വന്നത്. ഗായത്രിക്കും റാമിനും ബംഗ്ലാവിലേക്ക് പോയേ പറ്റൂ. ആതിരയെ ഒറ്റയ്ക്കാക്കണം, അല്ലാതെ വേറെ വഴിയില്ല. ഗായത്രി ആതിരയെ പറഞ്ഞു മനസ്സിലാക്കി. പക്ഷെ അപ്പോഴേക്കും അവൾ വീണ്ടും കരയാൻ തുടങ്ങി. ഒറ്റയ്ക്ക് ആ ഔട്ട് ഹൗസിൽ ഇരിക്കുന്ന കാര്യം ഓർത്തപ്പോൾ തന്നെ അവളെ ഭയം വിഴുങ്ങി. പക്ഷേ അവൾ മനസ്സിലാക്കി ഇതല്ലാതെ മറ്റു മാർഗമില്ലെന്ന്. അതുകൊണ്ട് തന്നെ സ്വയം മനസ്സിനെ ധൈര്യപ്പെടുത്താൻ നോക്കിക്കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെയാണെങ്കിലും ഗായത്രിയെയും റാമിനെയും ബംഗ്ലാവിലേക്ക് പോകാൻ അവൾ സമ്മതിച്ചു. ബംഗ്ലാവിലേക്ക് നടക്കുന്നതിനിടയിൽ ഗായത്രി ശ്രീദേവിയോട് ചോദിച്ചു, എത്ര നാളാ പെൺകുട്ടിയെ ഔട്ട് ഹൗസിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കും? അവിടെ നിന്ന് പുറത്തേക്കിറങ്ങിയാൽ അവൾ പിടിക്കപ്പെടും എന്ന് കരുതി എത്രനാൾ ആ വീട്ടിനുള്ളിൽ തന്നെ ഇരുത്തും? അതുമാത്രമല്ല, ആ ഔട്ട് ഹൗസ് അത്ര സേഫ് അല്ല. വിജയുടെ ബോഡി ഗാർഡ്സ് ആരെങ്കിലും ആ വീട്ടിലേക്ക് വന്നാൽ ചിലപ്പോഴൊക്കെ അവർ അവിടുത്തെ റൂമിൽ വിശ്രമിക്കാറുണ്ട്. വിജയ് മാത്രമല്ല, അവന്റെ ചില ബോഡി ഗാർഡ്സും അതിരെ കണ്ടാൽ തിരിച്ചറിയും. അതുകൊണ്ട് ഔട്ട് ഹൗസ് അത്ര സേഫ് അല്ല. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് അവളെ മാറ്റിയേ പറ്റൂ. ഗായത്രി പറയുന്നത് ശരിയാണെന്ന് ശ്രീദേവിക്കും തോന്നി. ഞാൻ ഇതുവരെ ഒരു തീരുമാനം എടുത്തില്ല മോളെ. ഒരു രാത്രി കൊണ്ടല്ലേ ഇത്രയും സംഭവങ്ങൾ നടന്നത്. എന്തായാലും ഇന്നത്തെ പൂജ ഒന്ന് കഴിയട്ടെ. രാത്രി എല്ലാം ഒന്ന് ഒതുങ്ങിക്കഴിയുമ്പോൾ മഹിയേട്ടനോടും അവന്റെ അച്ഛമ്മയോടും കാര്യങ്ങൾ സൂചിപ്പിക്കണം. മഹിയേട്ടൻ എന്തായാലും നമ്മളെ സഹായിക്കും. കാരണം ആതിരമോളുടെ അമ്മ എന്റെ കാർത്തൂനെ ഏട്ടന് വലിയ ഇഷ്ടമായിരുന്നു. കാര്യങ്ങൾ സംസാരിച്ച് അവർ ബംഗ്ലാവിലെത്തി. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. മഹേന്ദ്രവർമ്മയുടെ അനിയൻ പ്രതാപവർമ്മ, ഭാര്യ ഗൗരി, ഒരേ ഒരു മകൻ 27-കാരൻ ധ്യാൻ വർമ്മ, മഹേന്ദ്രവർമ്മയുടെ സഹോദരി പാർവതിഭായി, ഭർത്താവ് ആനന്ദ്, അവരുടെ 26-കാരനായ മകൻ യദു, 3 സഹോദരങ്ങൾക്കുമായി 3 ആൺമക്കൾ. അങ്ങനെയായിരുന്നു വീട്ടിൽ. ആർക്കും പെൺകുട്ടികളില്ല, എല്ലാവർക്കും ആൺകുട്ടികൾ. ധ്യാൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. അധികം സംസാരമില്ല, അന്തർമുഖനാണ്. പക്ഷേ ബിസിനസ് ബുദ്ധിയിൽ ഏതാണ്ട് വിജയ്ക്കൊപ്പം തന്നെയാണ്. യദു ബോളിവുഡിലെ അറിയപ്പെടുന്ന ഒരു ഫിലിം ഡയറക്ടറാണ്. ചെറുപ്രായത്തിൽ തന്നെ നല്ല ഒരു പേര് സമ്പാദിക്കാൻ അവന് കഴിഞ്ഞിട്ടുണ്ട്. വിശേഷാൽ പൂജയാണ് വീട്ടിൽ നടത്തുന്നത്. എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ നടത്താറുണ്ട്, ആ കുടുംബത്തിലെ എല്ലാവരുടെയും ഐശ്വര്യത്തിനായി. എന്നാൽ ഇത്തവണത്തെ പൂജയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് വിജയുടെ വിവാഹകാര്യത്തെപ്പറ്റിയുള്ള തീരുമാനങ്ങൾ അറിയാനാണ്. മണിക്കൂറുകൾ നീണ്ടുനിന്ന പൂജയിൽ കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ ഗായത്രിയും റാമും പങ്കെടുത്തു. ആ രണ്ടുപേരെയും ആ വീട്ടിലുള്ള എല്ലാ പേർക്കും വളരെ ഇഷ്ടമാണ്. ദിഗ്വിജയ്ക്ക് ഇങ്ങനെയുള്ള ചടങ്ങുകളോട് വലിയ താല്പര്യമില്ല. എങ്കിൽ കൂടി അച്ഛന്റെയും അമ്മയുടെയും നിർബന്ധം കാരണം അച്ഛമ്മയെ പിണക്കണ്ട എന്ന് കരുതി അവൻ അവർക്കൊപ്പം ഇരുന്നു. പൂജകളെല്ലാം തീർന്ന് ഏറ്റവും ഒടുവിലാണ് കർമ്മി ഫലം പറയുന്നത്. അത് കേൾക്കുന്നതിന് മുൻപ് തന്നെ റാമും ഗായത്രിയും തിരികെ ഔട്ട് ഹൗസിലേക്ക് മടങ്ങി. അവിടെ തന്നെ ഇരുന്ന് ആഹാരം കഴിക്കാൻ എല്ലാവരും നിർബന്ധിച്ചു എങ്കിലും ചില കള്ളങ്ങൾ പറഞ്ഞ് അവർ ആഹാരം പാക്ക് ചെയ്തെടുത്തുകൊണ്ട് ഔട്ട് ഹൗസിലേക്ക് പോയി. എല്ലാവരുടെയും ശ്രദ്ധ പൂജകൾക്ക് നേതൃത്വം നൽകിയ മുതിർന്ന സ്വാമിയിലാണ്. വിജയുടെ വിവാഹകാര്യം അറിയാനാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. വിജയും അവർക്കൊപ്പം ഇരുന്നു എങ്കിലും അവന്റെ മുഖത്ത് പ്രത്യേകിച്ച് ആകാംക്ഷയൊന്നുമില്ല. വളരെ നേരം കവിടി നിരത്തി നോക്കിയിട്ടും തിരുമേനി ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ആശങ്ക ഉയർന്നു. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങി. കവടിപ്പലകയിൽ തെളിയുന്നത് ഈ ജാതകക്കാരന്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. സ്വാമിയുടെ വാക്കുകൾ കേട്ടതും വിജയുടെ കണ്ണുകൾ ചുരുങ്ങി. മുഖത്ത് ഒരു പ്രത്യേക ഭാവം നിറഞ്ഞു. അവൻ ആ സ്വാമിയുടെ അടുത്തേക്ക് ചെന്നു. എന്റെ കല്യാണം കഴിഞ്ഞു എന്നാണ് കാണുന്നതെങ്കിൽ ഞാൻ താലി കെട്ടിയ ആ പെണ്ണ് ഇപ്പോൾ എവിടെയാണ്? അവൻ വളരെ പതിഞ്ഞ എന്നാൽ ഗൗരവം നിറഞ്ഞ ശബ്ദത്തിൽ സ്വാമിയോട് ചോദിച്ചു. അദ്ദേഹം വീണ്ടും കവിടി നിരത്തി കുറേ നേരം ആലോചിച്ചിരുന്നു. എന്റെ അകക്കണ്ണിൽ തെളിയുന്നത് ആ പെൺകുട്ടി, അവളൊരു മഹാലക്ഷ്മിയാണ്. അവൾ താങ്കൾക്കൊപ്പം തന്നെ ഉണ്ട് എന്നാണ് അയാൾ പറഞ്ഞു. അയാളുടെ ഓരോ വാക്കുകളും ശ്രീദേവി അമ്മയെ ഭയത്തിലാഴ്ത്തി. എനിക്കൊപ്പം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലോ? അങ്ങനെ ഒരാൾ ഈ വീട്ടിലില്ല. അവൻ പെട്ടെന്ന് തന്നെ സ്വാമിയോട് പറഞ്ഞു. കുഞ്ഞേ, ഇതൊരു ശാസ്ത്രമാണ്.
ചിലപ്പോൾ തെറ്റുപറ്റിയേക്കാം. പക്ഷെ ഈ ശാസ്ത്രമനുസരിച്ച് കുഞ്ഞിന്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. ആ പെൺകുട്ടി കുഞ്ഞിന്റെ ഒപ്പമുണ്ട് എന്ന് തന്നെയാണ് തെളിയുന്നത്. ഒരുപക്ഷെ കുഞ്ഞിന് വിവാഹയോഗം അടുത്തിട്ടുണ്ടായിരിക്കാം. കുഞ്ഞിന് വളരെ അറിയുന്ന ഒരു പെണ്ണായിരിക്കാം വധുവായി വരുന്നത്. അതുകൊണ്ടാകാം ഇങ്ങനെ തെളിയുന്നത്. ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാം, തിരുമേനി പറഞ്ഞു. പിന്നീട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ വിജയ് അവന്റെ റൂമിലേക്ക് പോയി. റാമും ഗായത്രിയും ചെല്ലുമ്പോൾ പേടിച്ച് പതുങ്ങിയിരിക്കുന്ന ആതിരയെയാണ് കണ്ടത്. ഗായത്രി അവളെ ആശ്വസിപ്പിച്ചു, ഒപ്പം കൂട്ടി. എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു. സമയം കടന്നുപോയി. വൈകിട്ടത്തെ ആഹാരവും രാത്രിയിലെ ആഹാരവും എല്ലാം കൃത്യമായി ശ്രീദേവി അവിടേക്ക് എത്തിച്ചു. അന്ന് രാത്രി 8 മണിയോടുകൂടി റാമിന്റെ ഫോണിലേക്ക് വിജയുടെ വിളിയെത്തി, ബംഗ്ലാവിലേക്ക് ചെല്ലാനായി. അതെന്തിനാണെന്ന് റാമിനറിയാം. കാരണം ആ 3 പേരക്കുട്ടികൾ റാമും ധ്യാനും യദുവും ഒരുമിച്ച് കൂടുമ്പോൾ വൈകുന്നേരം ചെറിയ രീതിയിൽ ഡ്രിങ്ക്സ് കഴിച്ച് കാര്യമൊക്കെ പറഞ്ഞിരിക്കാറുണ്ട്. അവൻ ചെല്ലുമ്പോൾ 3 പേരും അവിടെയുണ്ട്. വിജയുടെയും യദുവിന്റെയും കയ്യിൽ ഒരു ചെറിയ പെഗുണ്ട്. ധ്യാൻ കുടിക്കാറില്ല. അവനൊരു ചെറിയ ബോട്ടിൽ ജ്യൂസും ആയി ഇരിപ്പുണ്ട്. അങ്ങനെ ഒരുപാട് സംസാരവും ഇല്ല. എന്താണ് വിജയ്, ഞങ്ങളറിയാതെ രഹസ്യമായി കല്യാണം വല്ലതും കഴിച്ചോ? നിന്റെ അമ്മാമ്മയുടെ മകൾ ആ കന്നഡക്കാരിയെ എങ്ങാനും നീ രഹസ്യമായി കെട്ടിയോ? യദു പകുതി കളിയായും പകുതി കാര്യമായും വിജയോട് ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ട് ഒരു പൊച്ച ചിരിയോടെ കയ്യിലുള്ള പെഗൊന്ന് സിപ്പ് ചെയ്തുകൊണ്ട് വിജയ് പറഞ്ഞു, അവള് ഒരു 5 ദിവസം ഭാര്യയെപ്പോലെ തന്നെയായിരുന്നു. പക്ഷെ അതിന് താലിയൊന്നും വേണ്ടായിരുന്നു. അവൻ പറയുന്നത് കേട്ടപ്പോൾ വിസ്മയും അവനും തറവാട്ടിൽ ഒന്നിച്ചു കഴിഞ്ഞു എന്ന കാര്യം യദുവിനും ധ്യാനും മനസ്സിലായി. അവർ അവനെ നോക്കി ഒരു വല്ലാത്ത ചിരി ചിരിച്ചു. കുറച്ചുനേരം അവൻ മിണ്ടാതെ നിന്നു. വീണ്ടും ഒരു സിപ്പ് കൂടി എടുത്തു. എന്നിട്ട് പറഞ്ഞു തുടങ്ങി, പക്ഷേ ചിറ്റേത്ത് തറവാട്ടിന്റെ കളപ്പുരയിൽ ഒരു മാണിക്യം ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ഒരു സൗന്ദര്യം. പക്ഷെ കയ്യിൽ കിട്ടിയില്ല, ആസ്വദിക്കാൻ പറ്റിയില്ല. അതിനു മുൻപ് എന്റെ കയ്യിൽ നിന്ന് വഴുതിച്ചാടി. അതും എട്ടും പൊട്ടും തിരിയാത്ത ഒരു 18കാരി. പക്ഷെ കിട്ടും, വളരെ പെട്ടെന്ന് തന്നെ. ആ തിരുമേനി പറഞ്ഞില്ലേ ഒരു പെണ്ണിനെ പറ്റി, അത് അവളാണ്. അവൾ എന്റെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇപ്പോഴും അവൾ ആ തറവാട്ടിൽ ഉണ്ടായിരിക്കാം. ആ തറവാടും എന്റേതാണല്ലോ. ഞാൻ അവരെ ഒന്നുകൂടി വിളിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം അരിച്ചു പെറുക്കാനായി പറഞ്ഞിട്ടുണ്ട്. എനിക്കുറപ്പാണ് അവൾ ആ ഗ്രാമത്തിൽ എവിടെയോ ഉണ്ട്. അവൻ പറയുന്നത് കേട്ട് ചുറ്റുമുള്ളവർ അത്ഭുതത്തോടെ അവനെ നോക്കി. കാരണം ഇന്ന് വരെ ഒരിക്കലും അവനൊരു പെണ്ണിനെയും തേടി പോയിട്ടില്ല. എല്ലാവരും അവനെ തേടിയാണ് വരുന്നത്. അവൻ തന്റെ ഫോൺ എടുത്തു. ഫോണിലുള്ള അവളുടെ ചിത്രം അവൻ നോക്കി. അത് കണ്ടുകൊണ്ട് യദു അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴാണ് അവനും ആ ചിത്രം കാണുന്നത്. അവന്റെ കണ്ണുകൾ വിടർന്നു. വാട്ട് എ ബ്യൂട്ടി, യദു അറിയാതെ പറഞ്ഞുപോയി. അവന്റെ ആ പറച്ചിൽ വിജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൻ യദുവിനെ രൂക്ഷമായി നോക്കി. അത് കണ്ട് യദുവിന് പന്തികേട് തോന്നി. എടാ, നിന്നെപ്പോലെ ഒരു രാക്ഷസൻ കൂപ്പും കുത്തി അവളുടെ സൗന്ദര്യത്തിന് മുന്നിൽ വീണു എങ്കിൽ അതെന്തായിരിക്കും, എത്രയായിരിക്കും എന്ന് കാണാനുള്ള ആകാംക്ഷ കൊണ്ട് നോക്കിയതാണ്. പക്ഷെ നിന്നെ ഞങ്ങൾ തെറ്റു പറയുന്നില്ല. ആരായാലും വീണുപോകും. അവൻ വീണ്ടും ആ ഫോട്ടോയിലേക്ക് നോക്കി അനങ്ങാതെ ഇരുന്നു. തുടരും.